കോട്ടയത്ത് NSS ബാലസമാജം വിദ്യാർത്ഥികളെ തടഞ്ഞ് SFI തിട്ടൂരം. പള്ളിക്കത്തോട് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയ കുട്ടികളെയാണ് തടഞ്ഞത്. ഏകദിന ക്ലാസ്സിന് മുൻകൂർ അനുമതി വാങ്ങിയെത്തിയാണ് പാമ്പാടി 215 നമ്പർ NSS കരയോഗത്തിലെ കുട്ടികൾ സമുദായ സംഘടനയുടെ പേരിൽ പ്രവേശനം അനുവദിക്കില്ലെന്ന് തിട്ടൂരം കാണിക്കുകയായിരുന്നുവെന്ന് പാമ്പാടി കരയോഗം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പറയുന്നു. നിങ്ങളായിരുന്നു ഇന്ന് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയെ? അതെ അതെ അതെ. എന്തായിരുന്നു സംഭവിച്ചത്? അവിടെ ഞങ്ങളുടെ ബാലസമാജമുണ്ട്, ഞങ്ങൾക്ക് ബാലസമാജം കുട്ടികളെ കൊണ്ട് 35 കുട്ടികളായിട്ട് പോയതാണ്. ആ കുട്ടികളെ അവിടെ കാണിക്കാൻ ഞങ്ങൾ മുൻകൂട്ടി പെർമിഷൻ കിട്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ അകത്ത് കയറി ഒരു ക്ലാസ് പങ്കെടുത്തു. രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് വന്നപ്പോഴത്തേന് ഡയറക്റ്റ് ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് ഈ SFI കുട്ടികൾ അകത്തേക്ക് വന്നിട്ട് ഇവര് സമുദായ സംഘടന പേരിൽ ആരെയും പ്രവേശിപ്പിക്കാൻ പറഞ്ഞു. സമുദായ സംഘടന പേരിൽ ആരെയും ഞങ്ങൾ ഇറക്കി വിട്ടു. പിന്നെ ഇവര് പറഞ്ഞ് കുട്ടികളെ വേണം ഇരിക്കുന്നത്. ഞങ്ങളെ കുട്ടികളെ തന്നെ ഇരിക്കുന്നില്ല, ഞങ്ങൾ 5 പേരെ ഉള്ളതായി. ഞങ്ങള് 5 പേര്, ബാക്കി 5 ചെറിയ കുട്ടികളെ. അപ്പം അങ്ങനെ സംഭവം ഉണ്ടായിരിക്കില്ല. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഈ പള്ളിക്കത്തോട് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് SFIയുടെ ഈ ആജ്ഞ അല്ലെങ്കിൽ തിട്ടൂരമൊക്കെ വന്നിരിക്കുന്നത്. എന്താണ് SFIക്ക് ഇതിൽ കാര്യം? മാത്രമല്ല NSSന്റെ ബാലസമാജം കുട്ടികളെയാണ് അവിടെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് SFI ഒരു നിലപാടെടുക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? നീലിമ, പള്ളിക്കത്തോട് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടനകൾ മറ്റ് ഇതര പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെയൊക്കെ ഒരു 1 ഡേ ക്യാമ്പസ് വിസിറ്റ് എന്ന നിലയിൽ അവിടെ പ്രവേശിപ്പിക്കുന്നതാണ്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, മറ്റു കാര്യങ്ങളുമൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നേരത്തെ തന്നെ മുൻകൂർ അനുമതി വാങ്ങിച്ച് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവർത്തനങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ കുട്ടികളും മറ്റു കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികൾ അവിടേക്ക് എത്താറുള്ളത് പതിവുമാണ്. അങ്ങനെയാണ് NSS 215 ബാലസമാജത്തിലെ കുട്ടികളുടെ പേരിൽ ഇന്ന് അവിടെ മുൻകൂർ അനുമതി വാങ്ങിയത്. ക്യാമ്പസ് വിസിറ്റ്, ഒപ്പം തന്നെ ഏകദിന ക്ലാസ്, അതിനുവേണ്ടിയാണ് 35 കുട്ടികളും ഇവരോടൊപ്പം തന്നെ ഇവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് 5 സമുദായ സംഘടനകളും KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുന്നത്. അവിടെ ചെന്ന് ക്ലാസുകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് SFIയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ എത്തുകയും ഇവിടെ അനുവദിക്കുകയില്ല, സമുദായ സംഘടനകളുടെ പേരിൽ പ്രവേശനം അനുവദിക്കുകയില്ല എന്ന പേരിൽ അവിടേക്ക് എത്തി ഈ ക്ലാസുകൾ തടസ്സപ്പെടുത്തുകയും ഇവരോട് തിരിച്ചു പോകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എത്തിയ കുട്ടികൾ ഈ ക്ലാസ് നിർത്തിവെപ്പിക്കുകയും ഈ 35 പേരോടും തിരികെ മടങ്ങാൻ ആവശ്യപ്പെടുകയും അവർ തിരികെ പോവുകയും ചെയ്തു. ഇത്തരത്തിൽ സമുദായ സംഘടനകളെ പ്രവേശിപ്പിക്കുകയില്ല എന്നുള്ള ആ ഒരു തിട്ടൂരത്തിന്റെ പുറത്ത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു എന്നുള്ളതാണ് NSS 215 നമ്പർ യോഗം പ്രസിഡന്റ് പറയുകയും ചെയ്തത്. എന്തായാലും അവർക്ക് അവിടെ ഇന്ന് ക്യാമ്പസ് വിസിറ്റ് നടത്താൻ സാധിച്ചില്ല. ഏകദിന ക്ലാസ് ഈ 35 കുട്ടികൾക്കും പങ്കെടുക്കാൻ സാധിച്ചില്ല. അവർക്ക് അവിടെ ചെന്ന ക്യാമ്പസ് വിസിറ്റ് നടത്തുന്നതിനിടയിൽ ഇത്തരത്തിൽ SFIയുടെ ആ ഒരു ആജ്ഞ അനുസരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട സാഹചര്യവുമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മുൻകൂർ പണം അടച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾ എത്തിയത്. സ്കൂൾ കുട്ടികൾക്ക് 50 രൂപയും കോളേജ് വിദ്യാർത്ഥി 100 രൂപയും അവർക്ക് അനുമതി ലഭിക്കുന്നത്. ഇന്നാണ് ഈ NSS ബാലസമാജ കുട്ടികൾക്ക് 35 പേർക്കും അവിടെ അനുമതി ലഭിക്കുകയും ചെയ്തത്. ഇവർക്ക് സ്കൂൾ കുട്ടികളായതുകൊണ്ട് തന്നെ. മിഥുൻ, ഇതിനിടയിൽ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, SFI അല്ലല്ലോ അവിടുത്തെ അധികൃതർ എന്ന് പറയുന്നത്. ഈ പള്ളിക്കത്തോട് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരണം നടത്തിയത്? നീലിം, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ സണ്ണി ജോസഫ് പറയുന്നത്, ഈ ഇങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്, ക്യാമ്പസ് വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവിടെ തന്നെ ഉള്ള പഠനം നടത്തുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എത്തി തടയുകയായിരുന്നു. ഇത് അനുനയിപ്പിച്ചുകൊണ്ട് അവരെ പിന്തുണയ്ക്കാനുള്ള ശ്രമം നടത്തി. നേരത്തെ തന്നെ മുൻകൂർ അനുമതിയുള്ളതാണ് ഈ NSS ബാലസമാജത്തിലെ കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ ക്യാമ്പസ് വിസിറ്റ് നടത്തുന്നതിൽ മറ്റ് നടപടികൾ നടത്തുന്നതിന്റെ അകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അവരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ തടയാൻ ശ്രമിച്ച SFIയുടെ അവരുടെ ആജ്ഞയ്ക്ക് മുന്നിൽ മുട്ടക്കേണ്ടി വന്ന രീതിയിലാണ് ഈ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധികൃതർ പ്രതികരിച്ചത്. ഇന്ന് പിന്തിരിപ്പിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അനുനയ നീക്കങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാരവാഹികളുടെ, ഡയറക്ടറുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. ഇവർക്ക് മടങ്ങി പോകേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യമാണ് അവരുടെ ഭാഗത്തു നിന്നും പ്രതികരണമായി ലഭിക്കുന്നത്. എന്തായാലും മുൻകൂർ അനുമതി വാങ്ങിച്ചെത്തിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ ക്യാമ്പസ് വിസിറ്റ് ഡയറക്ടർ ഉൾപ്പെടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ SFIയുടെ ആളുകൾ എത്തി. മിഥുൻ, യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? കാരണം ഈ
ഭരണത്തിന്റെ തണലിൽ SFI നടത്തിയ ഒട്ടേറെ ക്രൂരതകൾ പുറം ലോകം കണ്ടതാണ്. നിയമം കയ്യിലെടുക്കുന്ന SFI പ്രവർത്തകരെ കണ്ടതാണ്. ഇപ്പോൾ ഭരണമൊക്കെ മാറിയിരിക്കുന്നു. പക്ഷേ SFIയുടെ ഗുണ്ടായിസത്തിന് യാതൊരു അറുതിയും വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ നിയമപരമായി മുന്നോട്ട് പോകേണ്ടതല്ലേ ഈ ബാലസമാജത്തിന്റെ പ്രവർത്തകർ? തീർച്ചയായും അവരുടെ പ്രതികരണം ഒരു മണിക്കൂറുകളിൽ നമുക്ക് നേരിട്ട് ലഭ്യമാകും. ഇത്തരത്തിൽ തന്നെ നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് ലഭ്യമാകും. എന്തായാലും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. നിയമപരമായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധികൃതരുടെ മുൻകൂർ അനുമതിയോട് വാങ്ങി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതിന്റെ അകത്ത് ഇല്ല എന്നുള്ള കാര്യങ്ങൾ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ വ്യക്തമാക്കുന്ന സ്ഥിതിക്ക് ഇതിൽ നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കേണ്ടതാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. അധികൃതരുടെ ഭാഗത്തുനിന്ന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്ന അനുമതി പത്രമുണ്ട്, രേഖകളുണ്ട്. ഇതെല്ലാം സഹിതമാണ് ഇന്ന് അവിടെ എത്തുന്നത്. മുൻകൂട്ടി പണവും അടച്ചതാണ്. പിന്നീട് എന്തിനാണ് SFI പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു തിട്ടൂരവുമായിട്ട് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം. അത് മാത്രമല്ല, ഈ അധികൃതർക്കുൾപ്പെടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർക്കുൾപ്പെടെ ഈ ഒരു തിട്ടൂരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഈ SFIയുടെ പേരിൽ എത്തിയ ആളുകളെ പിന്തിരിപ്പിക്കുന്നതിനോ ഈ ക്യാമ്പസ് വിസിറ്റിനെത്തിയ കുട്ടികളെ അവിടെ ഈ ഇന്നത്തെ ക്യാമ്പസ് വിസിറ്റ് ഇന്നലെ വരെ അനുവദിച്ചിരിക്കുന്ന സമയത്ത് അവിടെ നിലനിർത്തുന്നതിനോ സാധിച്ചില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നീലിമ. ഓക്കെ മിഥുൻ, അങ്ങനെ കോട്ടയത്തെ NSS ബാലസമാജം വിദ്യാർത്ഥികളെ തടഞ്ഞിരിക്കുകയാണ് SFI ഗുണ്ടകൾ. ഏതായാലും KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ ഈ മാറിയ പോലീസ് ആർക്കൊപ്പം നിലകൊള്ളും എന്നതുകൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.